Hello, dear friends. Welcome back. Today we will continue our discussion on Janet Armstrong's I Stand With You Against the Disorder. We have seen the introduction and now we will analyze each paragraphs. The division of the article will be as follows. The first four paragraphs are an introduction about Janet Armstrong, and then she tells us why she introduces herself. Then paragraphs 6, 7, and 8 give you an explanation of Okanagan community. And the next paragraph describes the features of every Okanagan as an individual. Then the coming four paragraphs give you a detailed description of the three selves of Okanagan as individuals. Paragraph 15 explains how Western education is not suitable for the native tribes. And finally, the last two paragraphs describe how each individual is part of the community and helps the progress of the whole world. So, in the beginning, Janet introduces herself. As a Red Indian who is the daughter of River Mountain. ഒരു തദ്ദേശീയ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾ എന്ന നിലയിൽ നദിയുടെയും പർവ്വതങ്ങളുടെയും മകളായ ഒരു റെഡ് ഇന്ത്യക്കാരിയായിട്ടാണ് ജന്നറ്റ് തന്നെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്. പിന്നീട് നമ്മൾ ആ പാരഗ്രാഫുകളിൽ കാണുന്നത് അവളുടെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടാണ്. ഒക്കനാഗൻ വാലി എന്ന സ്ഥലമാണ് ഒക്കനാഗൻ ഗോത്രങ്ങളുടേതായി അറിയപ്പെടുന്നത്. സ്വന്തം ഭാഷയിൽ, മാതൃഭാഷയിലാണ് തന്നെ പരിചയപ്പെടുത്താൻ അവസരം ലഭിക്കുന്നതെങ്കിൽ there is no need for her to explain her responsibilities, duties, goals, her strength and weaknesses. മാതൃഭാഷയുടെ ഒരു പ്രത്യേകത ഇതായിട്ടാണ് അവൾ മനസ്സിലാക്കുന്നത്. ഒരാളുടെ സ്വന്തം ഭാഷ വളരെ ശക്തമാണ്. അത് അയാളുടെ ചിന്തകളും വികാരങ്ങളും വളരെ എളുപ്പത്തിൽ പ്രകടിപ്പിക്കാൻ സഹായിക്കും. അയാളുടെ മാതൃഭാഷയിലെ വാക്കുകളുടെയോ പദപ്രയോഗങ്ങളുടെയോ അർത്ഥം യഥാർത്ഥത്തിൽ മറ്റൊരു ഭാഷയിൽ പകർത്താൻ വളരെ പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പാരഗ്രാഫുകളിൽ ചില ഒക്കനാഗൻ പദങ്ങളുടെ അർത്ഥം വിശദീകരിക്കാനും അതുവഴി പ്രകൃതിയും ഒക്കനാഗൻ സംസ്കാരവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് മിസസ് ആംസ്ട്രോങ് ശ്രമിക്കുന്നത്. വി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒക്കനാഗൻ ഭാഷയിൽ ഒക്കനാഗൻ ജനത എന്ന വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. വി എന്ന വാക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വി എന്നാൽ ഒക്കനാഗൻ ജനത എന്നായിട്ടാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒക്കനാഗൻ പീപ്പിൾ എന്ന ആ ഒക്കനാഗൻ ഭാഷയിലെ വാക്കിന് യഥാർത്ഥ അർത്ഥം ഡ്രീം ആൻഡ് ലാൻഡ് ടുഗദർ, സ്വപ്നവും ഭൂമിയും ഒരുമിച്ച് എന്നാണ്. അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അത് തന്നെയാണ്. സ്വപ്നം, ഡ്രീം എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ ഏകദേശമുള്ള ഒരു വിവർത്തനം മാത്രമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ദ അൺസീൻ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരായി ജീവിക്കുന്ന നമ്മുടെ നിലനിൽപ്പിൻ്റെ അദൃശ്യമായ ഭാഗം എന്നാണല്ലോ. ഈ അൺസീൻ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മൈൻഡ്, ഇറ്റ് ക്യാൻ ബി സ്പിരിറ്റ് ഓർ ഇൻ്റലക്റ്റ്, മനസ്സോ ആത്മാവോ ബുദ്ധിയോ ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെ വി ഒക്കനാഗൻസ് എന്നതുകൊണ്ട് അവരർത്ഥമാക്കുന്നത്
മൈൻഡ് ആൻഡ് മാറ്റർ, മനസ്സും ദ്രവ്യവും, പ്രകടമായതും പ്രകടമല്ലാത്തതും, മൂർത്തമായതും അമൂർത്തമായതുമായ ചില കാര്യങ്ങൾ കൂടിയാണ്. ജെന്നറ്റ് ആംസ്ട്രോങ് പറയുന്നു, വി ആർ ഡ്രീം, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇത് വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് ഒക്കനാഗൻ ജനത, പീപ്പിൾ എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. വീണ്ടും ഈ ഡ്രീം എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് ഒക്കനാഗന്മാർ ടൈഡ് ഇൻ ടു വൺ, ഒന്നായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതേസമയം തന്നെ പാർട്ട് ഓഫ് എവറിത്തിങ് എൽസ്, മറ്റെല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കുന്നതെന്നാണ്. അതാണ് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഡ്രീം പാർട്ട്, അതാണ് അവരുടെ ഐഡൻറ്റിറ്റിയുടെ സ്വപ്നതലം. ഇത് ഒരു ഒരുമയെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരുമ തന്നെയാണ്, ഈ യൂണിറ്റി തന്നെയാണ് അവരുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും. ആസ് എ കമ്മ്യൂണിറ്റി, ഭൂമിയുമായും പരിതസ്ഥിതിയുമായും ഒക്കനാഗൻ ഗോത്രങ്ങൾക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ജെന്നറ്റ് ആംസ്ട്രോങ് ശ്രമിക്കുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ, കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഒക്കനാഗന്മാർ അവരെ കാണുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. ആസ് എൻ ഇൻഡിവിജ്വൽ, ആൻ ഒക്കനാഗൻ പൊസസസ് 4 കപ്പാസിറ്റീസ്. ഈ 4 കപ്പാസിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 1 ഈസ് ഫിസിക്കൽ സെൽഫ്, ദ അതർ ഈസ് ഇമോഷണൽ സെൽഫ്, ദെൻ ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ് ആൻഡ് സ്പിരിച്വൽ സെൽഫ്. നമുക്കിനി ഓരോന്നിനെയും പ്രത്യേകം നോക്കാം. ഫിസിക്കൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിലനിൽപ്പിൻ്റെ ഒരു ഗ്രേറ്റ് ഗിഫ്റ്റ്, ഒരു മഹത്തായ ദാനം പ്രകൃതി നൽകിയ ഒരു ഫോമാണ്. ഇറ്റ് ഈസ് ദ ലൈഫ് ഫോം, ഇൻഡിവിജ്വൽ ലൈഫ് ഫോം. ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ലൈഫ് ഫോം ഫോർ എവ്രി വൺ. ഓക്കെ. ദെൻ ശരീരം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും തന്നെയാണത്. ശരീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തി വീണ്ടും ആ വലിയ സെൽഫിലേക്ക് തിരികെ പോവാണ്, പ്രകൃതിയിലേക്ക് തിരികെ പോവാണ്. നമ്മുടെ ഇന്ത്യൻ ഭാഷയിലൊക്കെ നമ്മൾ ഇന്ത്യൻ സംസ്കാരങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ത്യൻ മിത്തുകളിലൊക്കെ മോക്ഷത്തിലേക്ക് തിരികെ പോവാന്ന്. ഏതോ ഒരു വലിയ സെൽഫിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു, ആ സെൽഫിലേക്ക് നമ്മൾ തിരികെ ചേരുകയാണ് ചെയ്യുന്നത്. ഒക്കനാഗൻ ഭാഷയിൽ ശരീരം വളരെ പവിത്രമാണ്. അതേസമയം തന്നെ അതിൻ്റെ അർത്ഥം ഭൂമി സ്വപ്നം കാണാനുള്ള ശേഷി എന്ന് പറയുന്നത്, ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി, ഭൂമി സ്വപ്നം കാണാനുള്ള ശേഷി. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഇമോഷണൽ സെൽഫ്. ഒക്കനാഗൻ ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം ഹാർട്ട്, ഹൃദയം എന്നാണ്. മറ്റുള്ളവരുമായും നമ്മുടെ ചുറ്റുപാടുകളുമായും പ്രകൃതിയുമായിട്ടൊക്കെ നമ്മെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണിത്. ദെൻ ഇൻ്റലക്ച്വൽ സെൽഫ് എന്ന് പറയുന്നത് ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ്, ജ്വലിപ്പിക്കുന്ന തീപ്പൊരി എന്നാണ്. എന്തിനേയും കത്താൻ സഹായിക്കുന്ന, തുടക്കം കൊടുക്കുന്ന ഒന്നെന്നാണ്. ഇത് നമ്മുടെ ചിന്താശേഷിക്കും ഓർമ്മയ്ക്കും തുല്യമാണ്. അതേസമയം തന്നെ മറ്റ് ശേഷികൾ ഉപയോഗിച്ച് വ്യക്തി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവനെ നയിക്കുന്നതും ഈ ഇൻ്റലക്ച്വൽ സെൽഫാണ്. ഇത് പരസ്പരം കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. പരസ്പരം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരു ഇൻഡിവിജ്വലായി മാറുന്നത്. സ്പിരിച്വൽ സെൽഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആത്മീയ തലമാണ്. ഓക്കെ. ഇനി അടുത്ത ഘട്ടത്തിൽ അടുത്ത ഒരു ഭാഗമായി ഇവർ പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒക്കനാഗൻ വിദ്യാഭ്യാസ രീതികൾ എങ്ങനെയാണ് കുറച്ചുകൂടെ നന്നായിരിക്കുന്നത്, എങ്ങനെയാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷനേക്കാൾ കുറച്ചുകൂടെ മികച്ചതായിട്ട് ഒക്കനാഗൻ വിദ്യാഭ്യാസ രീതികൾ മാറുന്നതെന്ന്. ഓരോ വ്യക്തിയും എല്ലാ ഐഡൻറ്റിറ്റിയും എല്ലാ സെൽഫുകളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കും
അതാണ് ഒക്കനാഗൻ വിദ്യാഭ്യാസ രീതി. ഇൻ്റലക്ച്വൽ സെൽഫുമായി ഒരാളുടെ ഹാർട്ട് സെൽഫ് ചേർന്ന് നിൽക്കാനും അതുവഴി മനുഷ്യത്വമുള്ള ആളായി മാറാനും സഹായിക്കണം. അല്ലാത്ത പക്ഷം ഇറ്റ് വിൽ ബി ലൈക്ക് ആൻ അൺകൺട്രോൾഡ് ഫയർ, അനിയന്ത്രിതമായിട്ടുള്ളൊരു തീ പോലെ ഒരു വിനാശകരമായിട്ടുള്ള ശക്തിയായിട്ടാണ് ഇത് മാറുന്നത്. ചുറ്റുമുള്ള എല്ലാത്തിനെയും അത് നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെക്കാൾ മികച്ചതാണ് ഒക്കനാഗൻ വിദ്യാഭ്യാസ രീതിയെന്ന് അവർ വാദിക്കുന്നത്. ഒക്കനാഗൻസ് പഠിച്ചു വച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, ഈച്ച് പേഴ്സൺ ഈസ് ബോൺ ഇൻ ടു എ ഫാമിലി ആൻഡ് ഇൻ ടു എ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. ജനിച്ചു വീഴുന്നതന്നെ അങ്ങോട്ടായതുകൊണ്ട് അവൻ ഒരിക്കലും ഒറ്റപ്പെട്ടവനല്ല. ഓരോ ഒക്കനാഗനും ഒരു സ്വത്വബോധമുണ്ട്. പരസ്പര ബന്ധത്തിനുള്ള ശേഷിയാണ് വ്യക്തിഗത ക്ഷേമത്തിന് നിർണായകമായിരിക്കുന്നത്. ഈ കപ്പാസിറ്റി ഇല്ലാതെ ഓരോ വ്യക്തിയും ലൈഫ്ലെസ്സാണ്, നിർജ്ജീവമാണ് യഥാർത്ഥത്തിൽ. ഇനി ഏറ്റവും ഒടുവിൽ പ്രൊഫസർ ജന്നറ്റ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒക്കനാഗൻ പദത്തെക്കുറിച്ചാണ്. ഈ വാക്കിൻ്റെ അർത്ഥം അവർ വൺ സ്കിൻ എന്നാണ്. നമ്മുടെ ഒരു സ്കിൻ അല്ലേ, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു സ്കിൻ. ഇപ്പോഴത്തെ തലമുറയുമായിട്ട് മാത്രമല്ല, അവർക്ക് മുമ്പേ വന്ന് അവർക്ക് ഒരു പാരമ്പര്യവും സ്ഥാനവും നൽകിയവരായി പോലും അവർ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികളെക്കാൾ കൂടുതൽ അവർക്ക് പ്രഥമ പരിഗണന കൊടുക്കാൻ പറ്റുന്നത് സമൂഹത്തിനാണ്. പിന്നെ കുടുംബം. ദ ഫോർമോസ്റ്റ് ടീച്ചിങ് ഓഫ് ഒക്കനാഗൻസ് ഈസ് ദാറ്റ് ദ കമ്മ്യൂണിറ്റി കംസ് ഫസ്റ്റ്. Without family, then comes individual. Without family and community, they are truly not human. Okay, this is what is the gist of the article. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ അല്ലാത്ത ക്ലാസ്സുകളിൽ നമുക്കിതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താം. താങ്ക് യു വെരി മച്ച്.